ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഭാഗ്യശ്രീയും അതുപോലെ കൺമണിയും ബലരാമനും ചേർന്നിട്ട് കൃഷിനെ ജാമ്യത്തിലിറക്കാനായിട്ട് ശ്രമിക്കുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഭാഗ്യശ്രീ പറയുന്നത് നിൻ്റെ കൃഷിനെ ഞാൻ ഇന്ന് ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സഹദേവൻ വന്നതിന് ശേഷം കൃഷിനെ വിളിക്കുന്നുണ്ട്. സാറേ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയുന്നിട്ട് തനിക്ക് പുറത്തേക്ക് വരാമെന്ന് പറയുന്നു. ഞാൻ എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്. തനിക്ക് ജാമ്യം കിട്ടിയടോ എന്ന് പറയുന്നു. എനിക്ക് ജാമ്യം കിട്ടിയോ? ആ, നിനക്ക് ജാമ്യം കിട്ടി, അതുകൊണ്ടാണ് പുറത്തിറങ്ങി വരാനായിട്ട് പറഞ്ഞത് എന്ന് പറയുന്നു. ആരാ എനിക്ക് ജാമ്യം തന്നതെന്ന് പറയുന്നു. നിൻ്റെ കാമുകി വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. അത് കൺമണിയോ? പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷേ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകൊച്ചാണ് ഉള്ളത് എന്ന് പറയുന്നു കേട്ടോ കൺമണി എന്നെ. അങ്ങനെ സന്തോഷത്തോടുകൂടി കൃഷി പുറത്തിറങ്ങി വരിക കേട്ടോ. അന്വേഷണം തന്നെ പിന്നെ ഒരു കാര്യം കൂടി തന്നോട് പറയണം, താനിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് ജാമ്യം നേടിത്തന്നത് ആരാന്നറിയോ? നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബലരാമൻ്റെ അനിയത്തി തന്നെയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഭാഗ്യശ്രീ അവളൊരു വക്കീലാണ്, അതുകൊണ്ട് അവളാണ് നിനക്ക് ജാമ്യം നേടിത്തന്നത്. മാത്രമല്ല ഈ കാര്യം കൃഷ്ണനും ഈ കാര്യം കൺമണിക്കും നിൻ്റെ കാമുകിക്കും അറിയാം. ഇവർ മൂന്നവരും ചേർന്നിട്ടാണ് നിനക്ക് ജാമ്യത്തിൽ ഇറക്കിയത്. ഇത് ഒരുപാട് അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയുന്നു. അനാവശ്യമൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണ്. വേണമെങ്കിൽ നീ പോയി അന്വേഷിച്ചോ, പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറയാൻ നിൽക്കല്ലേ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ഭാഗ്യശ്രീയും കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട്, സാറിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് കൃഷി ഇങ്ങോട്ട് വരുമെന്ന് പറയട്ടോ. അങ്ങനെ കൺമണിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ഭാഗ്യശ്രീ, നീ കാരണമാണ് എനിക്ക് എൻ്റെ കൃഷി സാറിനെ ഇനി തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നത്. ഒരുപാട് അപകടങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടും അതെല്ലാം തന്നെ രക്ഷിക്കാൻ നീയാണ് എന്നെ സഹായിച്ചത്. നിൻ്റെ ജീവൻ ആപത്തിലാകുമെന്നോ നീ ഒന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു, പക്ഷെ നിന്നെ ഞാൻ മനസ്സിലാക്കിയൊന്നുമില്ല. കാരണം എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്ന ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം. പക്ഷേ അതെല്ലാം തന്നെ ഒരു തെറ്റിദ്ധാരണയാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഭാഗ്യശ്രീ പറയുന്നുണ്ട്, നന്ദിയൊന്നും എന്നോടല്ല കൺമണി പറയേണ്ടത്, അത് അവിടെ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, എൻ്റെ ഏട്ടൻ ബലരാമൻ, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്നോട് നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട കൺമണി, കാരണം ഇത് ഞാൻ എൻ്റെ അനിയന് വേണ്ടി ചെയ്യുന്നതല്ലേ. തൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എൻ്റെ കൃഷിന് വേണ്ടിയിട്ട്, എൻ്റെ പൊന്നനിയന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അതിന് നന്ദിയൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. ഞാൻ ചെയ്തതിനൊക്കെ ഇതൊന്നും ഞാൻ പ്രായശ്ചിത്തം ചെയ്താൽ പോരാ. മാത്രമല്ല ഞാൻ ചെയ്തതൊക്കെ എൻ്റെ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇനിമേല ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നൊക്കെ കൺമണിയോട് ബലരാമൻ പറയുന്നു കേട്ടോ. എന്തായാലും നമ്മളാണ് കൃഷ്ണന് ജാമ്യം എടുത്ത് തന്നിട്ടുള്ള കാര്യം കൃഷി ഒരിക്കലും അറിയണ്ട. കൺമണി അത് അറിയിക്കുകയും ചെയ്യരുത്. പിന്നെ കൺമണി, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം, ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കാം, കൃഷി ഇങ്ങോട്ട് വരാനായിട്ടുണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ കൃഷി എടാ എന്ന് പറഞ്ഞിട്ടാട്ടോ വരുന്നത്. അപ്പോഴത്തേനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കൃഷിന്. അപ്പോഴത്തേനും കൺമണി ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്താ ഈ പറയുന്നത്? എന്താ എനിക്ക് നീയാണോ ജാമ്യം വാങ്ങി തന്നിട്ടുള്ളത്? അതിൻ്റെ ആവശ്യം എന്താണ്? നീ എന്നെ വീണ്ടും ചതിക്കാനായിട്ട് നോക്കുകയാണോ? എന്താ കൃഷി ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കേണ്ടോ ചെയ്യുന്നത്. നീ കാരണമല്ലേ എനിക്ക് ജാമ്യം കിട്ടിയത്, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് വേണ്ട എന്ന രീതിയിലൊക്കെ കൃഷ് സംസാരിക്കുന്നു കേട്ടോ. കാരണം നീ എന്നോട് കൂടുതൽ അടുക്കാൻ വരേണ്ട ബലരാമ, ഇവിടെ തന്നെ ഒരു കൊലപാതകം നടത്താൻ എന്നെ പ്രേരിപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണിയോട് നേരെ തിരിയുന്നുണ്ട് കൃഷ്. അതിനുശേഷം നീ എന്താണ് ഈ കാണിച്ചത്? ഇവന് വേണ്ടി ഇവൻ്റെ കൂട്ടിൽ നിൽക്കുകയാണോ നീ ചെയ്യുന്നത്? മാത്രമല്ല നിനക്ക് എപ്പോഴും ഇവരുടെ കൂടെ നിൽക്കാനല്ലേ താല്പര്യം? ബീഹാറിലേക്ക് നിനക്ക് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ നീ അലിഗയിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് നോക്കി. അങ്ങനെ ഇവൻ്റെ കൂട്ടത്തിൽ കൂടാനായിട്ട് നീ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി. ഇപ്പോൾ കണ്ടോ, ഇവൾ ഒരാളായിട്ട് തന്നെ നീ നിൽക്കുവാണെന്ന രീതിയിലൊക്കെ കൺമണിയോട് കൃഷി പറയുന്നുണ്ടോ. അങ്ങനെ കൺമണിയെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിലാണ് കേട്ടോ അവിടെ സംസാരിക്കുന്നത്. കാരണം കൃഷിന് വേണ്ടിയിട്ട് ഇത്രയും മാത്രം ചെയ്തിട്ടും കൺമണിക്ക് ഒരു അപമാനം മാത്രമാണ് കിട്ടുന്നത്. കൺമണി ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി എന്ത് ചെയ്തു എന്നാണ് കൃഷി ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾ ചെയ്തതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി, ഇനി നമ്മൾ തമ്മിൽ യാതൊരു തര ബന്ധവുമില്ല, എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷി അങ്ങോട്ട് പോന്നിട്ടോ. കൺമണി സങ്കടപ്പെട്ട് നിൽക്കുന്നു. പിന്നെയും ദേവ്ജിയാണ് കാണിക്കുന്നത്. ഈ വിവരമെല്ലാം തന്നെ കൺമണി ദേവ്ജിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. കൃഷി സാറിന് ജാമ്യം കിട്ടി, പക്ഷേ സാർ എന്നെ വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല എന്ന പോലെ. അതിനുശേഷം തന്നെ ദേവ്ജി കൃഷ്ണനോട് പറയുന്നത്, നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ എന്തിനാണ് അവളിങ്ങനെ ചീത്ത പറയാനായിട്ട് പോയതെന്ന് ചോദിക്കുന്നു. പിന്നെ അങ്ങനെയല്ലേ ദേവ്ജി ചെയ്യേണ്ടത്, കാരണം
ബലരാമൻ്റെ അനിയത്തിയാണ് എനിക്ക് ജാമ്യം നേടിത്തന്നത്. അതിനെന്താ നിനക്ക് വേണ്ടത്? കാരണം നിന്നെപ്പോലൊരാളിനെ അവൾ രക്ഷിക്കാൻ പാടില്ലായിരുന്നു. കാരണം അവൾ അവൾ ഒന്നും നോക്കിയില്ല. ശത്രുവാണോ മുന്നിൽ നിൽക്കുന്നതെന്നും നോക്കാതെ നിനക്ക് വേണ്ടിയിട്ട് മാത്രം അവൾ അവരുടെ കാല് പിടിച്ചിട്ട് നിനക്ക് ജാമ്യം നേടിത്തന്നു. അവൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. പാവം ആ പെൺകുട്ടിയെ നീ എന്ന് വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ആ വരുണിൻ്റെ കൂടെ അവൾ കല്യാണം കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവിടെയും വന്ന് ഇടപെട്ട് അതും കുളമാക്കി വെച്ചു. അതുപോലെ എവിടെയോ കടന്ന് അവളെ ഇങ്ങോട്ട് പിടിച്ചു വന്നു. അതിനുശേഷം തന്നെ നിൻ്റെ ഒരു ജീവിതത്തിൽ ഒരാളാക്കി. നീ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നുണ്ടോ? അതുമില്ല. അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താ നിനക്ക്? നിന്നെപ്പോലെ ഒരാളെ തന്നെ അവൾ ഒഴിവാക്കുക എന്നുള്ളത് അവളുടെ മനസ്സിൽ നിന്ന് നീ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിട്ടുണ്ടാവും. കാരണം നീ അവളെ സ്നേഹിക്കുന്നില്ല. അതിന് ഉപരി നീ അവളെ ഓരോ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ കൂടുതൽ പിണക്കങ്ങളാകുമ്പോൾ അത് നന്നായിട്ട് പോകും തോന്നുന്നില്ല. ആ പാവം പെൺകുട്ടി നിനക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ദേവിജി കൃഷ്ണനോട് പറയുന്നുണ്ട്. ദേവ് സാറിൻ്റെ അടുത്ത് വന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. എന്ത് സമാധാനമാണ് നിനക്ക് ഞാൻ തരേണ്ടത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രമേൽ ചതിയല്ലേ നീ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊരിക്കലും നിനക്ക് മാപ്പില്ല. എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതങ്ങനെയല്ല ചിന്തിക്കേണ്ട രീതി വേറെയാണ്. അവൾ നല്ലൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം. പക്ഷേ ഇനി അവളുടെ ജീവിതത്തിൽ നീ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ കൃഷ്ണനോട് പറഞ്ഞിട്ട് ദേവിജി പോകുന്നു. അതിനുശേഷം മഹിയോട് പറയുന്നുണ്ട്, മഹി ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ്? നീ ഈ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ കൃഷിയെ എന്ന് പറയുന്നുണ്ട്. നീ ചെയ്തത് മണ്ടത്തരമല്ലേ? ആ പാവം പെൺകുട്ടി എന്തിനാ? നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ആ പാവം ഇത്രയും കഷ്ടപ്പെട്ടത്? നിനക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. നീ ഇനി എന്താ ചെയ്യ്? അവളെ പോയി കാണാണ്ടിരിക്കുക, എന്തെങ്കിലും പോയി ചെയ്യ്. അവളുടെ കാല് പിടിച്ചാലും അവൾ നിനക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കൺമണി അമ്പലത്തിൽ നിന്നിട്ട് ഭഗവാനോട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. താൻ ഒരു തെറ്റും ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുന്നത് കിരിസാറിനെ ഇറക്കിക്കൊണ്ടുവരാൻ നോക്കിയത്. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് ഞാൻ നോക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് കിരിസാറിന് വേണ്ടിയിട്ട് തന്നെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ വിധി ഇങ്ങനെയായി. ഇനി ഒരിക്കലും തന്നെ കിരിസാറിൻ്റെ സൗണ്ട് പോലും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി പോവില്ല എന്ന രീതിയിൽ കൺമണി സംസാരിക്കുന്നു. പെട്ടെന്ന് തന്നെ കൃഷ് അമ്പലത്തേക്ക് വരുന്നു. അതിനുശേഷം കൺമണി അവിടെ ഉണ്ടെന്ന വിവരം തന്നെ മഹിയെ അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ കൺമണി ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അത് നന്നായി. നീ എന്തായാലും അവളുടെ കാല് പിടിച്ച് നോക്ക്, വേണമെങ്കിൽ നടക്കുമെന്ന് പറയുന്നു. എന്താടാ നീ പറയുന്നതെന്ന് അറിയുന്നു. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനാ? നീ ഓരോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ആർക്കാ സഹിക്കുക? നീ എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം കൺമണി എന്ന് വിളിച്ചിട്ട് ചെല്ലുകട്ടോ ചെയ്യുന്നത്. കൺമണിയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. എന്താ കൺമണി ഇങ്ങനെ പറയുന്നതെന്ന്. ഞാൻ ക്രിസ്സാറല്ലേ എന്ന് പറയുന്നു. കൃഷോ, എൻ്റെ ക്രിസ്സാർ മരിച്ചുപോയി ആ ജയിലിൽ വെച്ചിട്ട് തന്നെ. ഇത് നിങ്ങളൊരു അപരിചിതനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിസ്സാറായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കുമായിരുന്നു. എൻ്റെ സ്നേഹങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവും. ഒരു കാര്യങ്ങളും പറയാതെ അവൻ തിരിച്ചറിയുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങൾ ഏതോ ഒരാളാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണി, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്ത് തെറ്റ്? ഒരു പെൺകുട്ടി ഒരാളെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ അവളുടെ മുന്നിൽ അയാളുടെ സ്നേഹം മാത്രമാണ്, അയാൾ രക്ഷിക്കാൻ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ മറ്റാരെയും അവൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ഓരോരോ ക്രൂരമായ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ മനസ്സ് തകർക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ അവൾക്കിനി അയാൾ വിശ്വാസം ഉണ്ടാവില്ല. ആ ഒരു ക്രിസ്സാറായിരുന്നെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുമായിരുന്നു, അവളെ സമാധാനിപ്പിക്കുമായിരുന്നു. എന്താ കാര്യം, എന്തിനെങ്ങനെ ചെയ്തതെന്നെങ്കിലും സമാധാനപരമായിട്ടെങ്കിലും ചോദിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്തില്ല. എനിക്ക് അങ്ങനെ ഒരാളെ ഇനി കാണുകയും വേണ്ട എൻ്റെ ജീവിതത്തിൽ എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ കൺമണി അവിടെ സംസാരിക്കുന്നു. കൃഷാണെങ്കിലും അകത്തകർന്ന മട്ടിലാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ കൺമണി മനസ്സിലാക്കും. അതുപോലെ കൺമണിയെ കൃഷും മനസ്സിലാക്കും എന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് സമയം എടുക്കുമെങ്കിലും എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. ഒരു പ്രൊമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.